പ്രശ്നങ്ങൾ പറയാൻ യൂട്യൂബ് ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്ക് ഈ പിന്നെ മാതാപിതാക്കൾക്കും അതിൽ വലിയ പങ്കില്ല എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകേണ്ടതാണ്. വീടുകളിലെ അച്ഛൻ മദ്യപിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അച്ഛൻ്റെ മദ്യപാനം കണ്ടു വളരുന്നൊരു കുട്ടി, ആ കുട്ടിയോട് അച്ഛനെ നീ മദ്യപിക്കരുതെന്ന് പറയാനുള്ള അവകാശം നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന കുട്ടികളുടെ സാമൂഹ്യ പശ്ചാത്തലം അല്ലെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പാരൻസ് തമ്മിലുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ട്. അച്ഛനും അമ്മയും സ്ഥിരം വഴക്ക്, സ്ഥിരം കുട്ടികൾക്ക് മാനസികമായിട്ട് ഉല്ലാസമില്ലാത്ത സാഹചര്യം, കുട്ടികൾക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് വരുന്ന വീടുകളിലെ അത്തരം വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് അടിമപ്പെടുന്ന സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളിതിൻ്റെ മാതൃകയാവേണ്ടതാണ്. ഇത്തരം സാമൂഹിക അനീതികൾക്കെതിരെ നമ്മൾ പ്രതികരിക്കും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നമ്മൾ പങ്കാളിയാവില്ല എന്ന ഒരു നിശ്ചയം പാരൻസ് എടുക്കുകയും അത് കുട്ടികൾക്ക് മാതൃകയാക്കുകയും ചെയ്യേണ്ടതാണ്. ഇന്ന് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, അവർക്കൊരു ജോലി കിട്ടണമെങ്കിൽ ഈ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട ആൾക്ക് ജോലി കിട്ടില്ല. ഞാൻ കൊച്ചി സിറ്റിയിലിരിക്കുമ്പോൾ ഒരു പോലീസുകാരൻ പോലീസിലേക്ക് സെലക്ഷൻ കിട്ടി. അപ്പോൾ അയാളത് എഴുതി കൊടുക്കുമ്പോൾ, അതിൻ്റെ കടലാസുകളൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ, കേസിൽ എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച സ്ഥലത്ത് ഇല്ല എന്ന് എഴുതി കൊടുത്തു. ഇയാൾ നല്ല മിടുക്കനായിരുന്നു, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സായി, മറ്റു ടെസ്റ്റുകളൊക്കെ പാസ്സായി, സെലക്ഷനായി. സെലക്ഷനായതിനു ശേഷം ട്രെയിനിങ്ങിനെ വിളിക്കാൻ കുറേയധികം താമസം വന്നു. അതിനിടയ്ക്ക് വേറൊരു പെൺകുട്ടിയെ കല്യാണം ആലോചിച്ച് കല്യാണം ഉറപ്പിച്ചു. കല്യാണം ഉറപ്പിച്ചത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞു. 2 വർഷം എടുത്തു ട്രെയിനിങ്ങിലേക്ക് വരാൻ. അതിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞു. അങ്ങനെ ട്രെയിനിങ് പൂർത്തിയാകുന്നിടയ്ക്ക് ഇയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് പോലീസ് വെരിഫിക്കേഷൻ വന്ന സമയത്ത് ഇയാളുടെ പേരിൽ ഒരു മയക്കുമരുന്ന് കേസുണ്ടായിരുന്നു. ആ കേസ് കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു, ഇയാളിനെ ടെർമിനേറ്റ് ചെയ്തു. ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ടിട്ട് ഈ പെൺകുട്ടിയുടെ അവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. ഈ പെൺകുട്ടി കരഞ്ഞ് വളരെയധികം വിഷമഘട്ടത്തിൽ സങ്കടപ്പെട്ട് എൻ്റെ അടുത്ത് വരികയുണ്ടായി. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം സാർ, എൻ്റെ ജീവിതം കൂടി നഷ്ടപ്പെട്ടു എന്നുള്ള അവസ്ഥയിൽ. അതിപ്പോൾ കേസ് കൊടുത്ത് ഹൈക്കോടതിയിൽ 3-4 വർഷം ആയി. ഇപ്പോഴും അയാൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടുള്ള അവസ്ഥ. ഇനി ഗവൺമെൻറ് ജോലി പോട്ടെ, നമുക്കൊരു പാസ്പോർട്ട് എടുത്ത് ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് കിട്ടുമോ? നിങ്ങൾ പാസ്പോർട്ടിനോ അല്ലെങ്കിൽ കുട്ടികൾ പാസ്പോർട്ടിന് വേണ്ടി പോലീസ് വെരിഫിക്കേഷൻ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് കിട്ടില്ല. അതല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണമെങ്കിൽ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ പല കുട്ടികളും ഈ ഇന്നത്തെ കാലത്ത് പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളും ഇതൊക്കെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് പോലും അറിയില്ല ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു ഹൗസ് സർജൻസിക്ക് പഠിക്കുന്ന ഒരു ഡോക്ടറെയാണ് ഇതിനെ പിടിച്ചത്, മയക്കുമരുന്നായിട്ട് പിടിച്ചത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിനെയും സമൂഹത്തിനെയും വ്യക്തിപരമായിട്ടൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിലേക്ക് പ്രവേശിക്കരുത്. ഇനി ആരോഗ്യപരമായിട്ട് എടുക്കുകയാണെങ്കിലോ, മദ്യം പോട്ടെ, മയക്കുമരുന്നൊക്കെ ഒരു കുറച്ച് 2-3 പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, സിന്തറ്റിക് ഡ്രഗ്സ് പ്രത്യേകിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനനുസരിച്ച് ട്യൂണ്ടായി പോകും. ശരീരം മയക്കുമരുന്നിനെ ഡിമാൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചു കാലം മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി വിചാരിക്കുകയാണെങ്കിൽ പോലും ഇതിൽ നിന്ന് നമുക്കൊരു മുക്തി കിട്ടില്ല. 1 വർഷം 2 വർഷം ആകുമ്പോഴേക്കും നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, നാഡീ വ്യൂഹത്തെ മൊത്തം ഇത് നശിപ്പിച്ചു കളയും. എത്രയോ വർഷം നമ്മുടെ സമൂഹത്തിൽ വലിയ വ്യക്തികളായി മാറേണ്ട കുട്ടികളൊക്കെ 40-50 വയസ്സിൽ തന്നെ ഒരു എവിടെയും എത്താത്ത സ്റ്റേജിൽ ജീവിതം നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോവാണ്. സമൂഹത്തിലുള്ള സ്ഥിതി എന്താ? മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു പയ്യനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അവനായിട്ടുള്ള ഒരു സംസർഗത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും അയാൾക്കൊരു വ്യക്തിത്വമോ അല്ലെങ്കിൽ ഒരു ബഹുമാനമോ ഒരിക്കലും ആർജിക്കാൻ കഴിയില്ല. അങ്ങനെ നോക്കുമ്പോൾ സാമൂഹികമായിട്ടും ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റെല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യപ്പെടുന്ന ആളുകളെ അവരൊരിക്കലും വിജയിക്കില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളൊക്കെ നാട്ടിലേക്ക് എത്തുന്നത് പല സ്ഥലങ്ങളിൽ നിന്നാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ പല സ്ഥലങ്ങളിൽ നിന്നാണ് MDMA ഒക്കെ വരുന്നത്. അവിടെ കൊച്ചി സിറ്റിയിൽ, ഞാൻ കൊച്ചിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്, കൊച്ചി സിറ്റിയിൽ ഒരു വലിയ കേസ് നമ്മൾ പിടിക്കുകയുണ്ടായി. ആ കേസ് പിടിച്ചു നോക്കുമ്പോൾ അതിലെ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് ഒരു നൈജീരിയൻ നാഷണലാണ്, ഒരു നീഗ്രോ.
ബാംഗ്ലൂരിലെ മെഡിവാള എന്ന് പറയുന്ന സ്ഥലത്ത് 1000-ലധികം ഇതുപോലുള്ള ആളുകൾ, വിദേശികൾ ഈ MDMA കുക്ക് ചെയ്യുന്നുണ്ട്. MDMA കുക്ക് ചെയ്യാന്ന് പറയാം, നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന വരി അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. അത് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് നിർബാധം കടത്തി വിടുകയാണ്. അത് വലിയ ബിസിനസ്സാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇത് പിടിക്കാൻ പോകണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നുള്ളത് പിടിക്കാൻ പോയുള്ളവർക്ക് അറിയും. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ബാംഗ്ലൂർ റൂം എടുത്ത് താമസിച്ച് 5-10 പോലീസുകാരോട് താമസിച്ച് വാച്ച് ചെയ്തിട്ടൊക്കെയാണ് ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടി നമ്മളൊരു കേസിലെ പ്രതിയെ പിടിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ, കൊച്ചി സിറ്റിയിൽ ബാംഗ്ലൂർ എത്തുന്ന സമയത്ത് അവിടെ ഒന്നാന്തരം അഡ്വക്കേറ്റ് ഇവന് ജാമ്യം എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പം നൈജീരിയയിൽ എടുക്കുന്ന ഒരുത്തിനെ ബാംഗ്ലൂർ അറസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കൊച്ചിയിൽ അവനെ വിതിൻ മണിക്കൂറുകൾക്കകം ഇവിടെ എല്ലാ സംവിധാനങ്ങളുമായിട്ട് സഹായിക്കാൻ വേണ്ടി ആൾ നിൽക്കുകയാണ്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിൻ്റെ നെറ്റ്വർക്ക്, ഇതിൻ്റെ ശൃംഖല എന്ന് പറയുന്നത് അത്ര വ്യാപകമായിട്ടുള്ളതാണ്, നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറമാണ്. മറ്റൊരു കേസില്ലേ, ആ കേസ് ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു. ഇതിലെ ജനങ്ങളുടെ സഹായം, ജനപങ്കാളിത്തം ഇല്ലാണ്ട് ഒരു കേസും ശിക്ഷിക്കില്ല. അതാണ് വേറെ കാര്യം. പോലീസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിൽ ശിക്ഷിക്കില്ല. എപ്പോഴും ഒരു സ്വതന്ത്ര സാക്ഷി പറയുമ്പോഴാണ് അത് തെളിവായിട്ട് സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു കേസിൽ ഒരു MDMA കേസ് പിടിച്ചു. അപ്പോൾ ആ കേസിൽ പിടിക്കുന്ന സമയത്ത് സാക്ഷിയായിട്ട് ഒപ്പിടാൻ സാധാരണപ്പെട്ട ആളുകൾക്ക് സാക്ഷിയായിട്ട് ഒപ്പിടാനുള്ളൊരു വിമുഖതയാണ്. കാരണം എന്താ വെച്ചാൽ കോടതിയിൽ പോകണം, കോടതിയിൽ പോയാൽ പെട്ടെന്ന് പോരാൻ പറ്റില്ല, അവിടെ കാത്തു കെട്ടി നിൽക്കണം, അങ്ങനെ പ്രായോഗികമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇത്തരം കേസുകൾ സക്സസ്ഫുൾ ആയിട്ട് പ്രോസിക്യൂഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ സാക്ഷികൾ തന്നെ വേണം. അങ്ങനെ അവിടെ ഒരു പ്രധാനപ്പെട്ട കേസ് പിടിച്ച സമയത്ത് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, അയാൾ പൊതുപ്രവർത്തനമൊക്കെയാണ്, പല ഇതിലൊക്കെ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അത് മാത്രമല്ല മയക്കുമരുന്നുകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയിലുണ്ട്. അങ്ങനെ ആ വ്യക്തിയെ ഇതിൽ സാക്ഷിയായിട്ട് ആ പ്രദേശത്തുണ്ടായിരുന്നു, അയാളെ സാക്ഷിയായിട്ട് ഉൾപ്പെടുത്തി. ഈ കേസിൻ്റെ ട്രയൽ വന്നു. ഈ കേസിൻ്റെ ട്രയൽ സമയത്ത് ഇയാൾ കൂറുമാറി. ഈ കേസിലെ പ്രതിയെ വെറുതെ വിട്ടു. അങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസ് വെറുതെ വിട്ടുപോയ സമയത്ത് ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പരിശോധന നടത്തി. അപ്പോഴാണ് മനസ്സിലായത് ഈ സാക്ഷിയുടെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് ഒരു കേസിലെ ഇതുപോലത്തെ ഒരു കേസിൽ എത്രമാത്രം, അതായത് ഇപ്പം ഈ മയക്കുമരുന്നുകൾ MDMA ഒക്കെ ആണെങ്കിലും 1 ഗ്രാമിൻ്റെ മീതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 1 ഗ്രാമിനേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വാണിജ്യ അടിസ്ഥാനത്തിൽ വിൽക്കുന്ന ഗണത്തിൽ പെടും. അതായത് കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്നുള്ള ഒരു ഇതിലേക്ക് പോകും. കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസിൽ ഒരു പ്രതിയെ പിടിച്ചു കഴിഞ്ഞ് ശിക്ഷിക്കപ്പെട്ട 10 കൊല്ലം ജയിലിലാണ്. വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യവും വളരെ സീരിയസ് ആയിട്ടുള്ള ശിക്ഷയുമാണ് ഇതിന് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെന്തും ചെയ്യും. അപ്പോൾ ഇത്തരം കുറ്റവാളികളെ, ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന ആളുകളെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ജനകീയ പങ്കാളിത്തം ജനങ്ങളും കൂടെ പോലീസിനോട് സഹകരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയ ഒന്നെടുത്തോണ്ട്, പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് വളരെ വൾനറബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. കാരണം പോലീസിൻ്റെ ആക്ടിവിറ്റീസ് പലപ്പോഴും കുറവായിരിക്കും. പിന്നെ ഇവിടുത്തെ പ്രതികൂല സാഹചര്യം, കാലാവസ്ഥ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ കൂടാനുള്ള സാഹചര്യമുണ്ട്. ഇന്നലെ ഞങ്ങൾ പൂവാർ കോസ്റ്റൽ ഏരിയയിൽ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയയിലൊക്കെ കടലോര ജാഗ്രതാ സമിതി എന്ന് പറഞ്ഞ് ഇതിങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ഈ വൾനറബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് തടയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടത്തെ സംബന്ധിച്ചുള്ള ഈ മേഖലകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളാവട്ടെ, നല്ല കാര്യങ്ങളാകട്ടെ, എന്തുമാകട്ടെ, അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടുന്നത് ഇവിടുത്തെ പ്രദേശവാസികൾക്കാണ്. അപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളും പോലീസും തമ്മിൽ ഒരു നല്ല ബന്ധം സൃഷ്ടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പോലീസിനെ കൈമാറാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടുത്തെ പോലീസ് ഉള്ളത്. പോലീസ് നിങ്ങളെ സഹായിക്കുന്നതിനും ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും പോലീസ് തയ്യാറാണ്. പക്ഷെ പലപ്പോഴും പോലീസായിട്ടുള്ള ഒരു ബന്ധം, ഒരു സുഖകരമായിട്ടുള്ള ബന്ധം ഉണ്ടാകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഒരു തോന്നലേ ആളുകൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ കോസ്റ്റൽ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല തരത്തിലുള്ള മയക്കുമരുന്ന് മാത്രമല്ല, ഇപ്പം രാജ്യത്തിൻ്റെ സുരക്ഷത്തിന് തന്നെ ബാധിക്കുന്ന പല കാര്യങ്ങളും പണ്ടും ഉണ്ടായിട്ടുള്ളതൊക്കെ കോസ്റ്റൽ വഴിയാണ് നടക്കുന്നത്. ഗുജറാത്തിൻ്റെയും ഒക്കെ തീരത്ത്, മുംബൈയുടെ ഒക്കെ തീരത്ത് വന്ന് തീവ്രവാദികൾ വന്ന് കയറി നമ്മുടെ രാഷ്ട്രത്തിനെ ആക്രമിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ രാഷ്ട്രം പല പ്രശ്നങ്ങളിലൂടെ അഭിമുഖീകരിച്ച് പോകുന്ന ഈ കാലഘട്ടത്തിൽ കോസ്റ്റൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളെ കാണുന്നു, അല്ലെങ്കിൽ പരിചയമില്ലാത്ത ബോട്ട് കാണുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഉടനടി പോലീസിനെ അറിയിക്കണം. നിങ്ങൾ തരുന്ന ഓരോ ഇൻഫർമേഷൻസും
അതിൻ്റെ സ്വകാര്യത അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യാത്മകത അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പിന്നെ മറ്റ് തരത്തിലുള്ള നിങ്ങൾക്ക് ബുദ്ധിമില്ലാത്ത രീതിയിൽ പോലീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമിതി, ഈ ഒരു കൂട്ടായ്മ, ഇത് ഒരു ദിവസം ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ട് മാത്രം കാര്യമുണ്ടാകും തോന്നുന്നില്ല. ഇതിനൊരു കണ്ടിന്യൂഷൻ വേണം. ഇതിലെ ഈ സമിതിയിൽ എനിക്ക് തോന്നുന്നത് 10-20 അംഗങ്ങളുള്ള സമിതിയാണ് ഈ കടലോര ജാഗ്രതാ സമിതി. അപ്പോൾ അതെല്ലാം മാസവും ചെറിയ മീറ്റിങ്ങുകളായിട്ട് കൂടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്രദേശത്ത് വരുന്ന ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണെങ്കിലും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ പോലീസിനെ അറിയിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നടപടി, പോലീസ് ഇടപെടലുണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ ലഹരി എന്ന് പറയുമ്പോൾ എല്ലാറ്റിലും ലഹരിയുണ്ട്. നമ്മുടെ ഫുട്ബോളർ IM വിജയൻ്റെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും വീഡിയോ. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലഹരി ഫുട്ബോളാണെന്നാണ്. അല്ലേ? ഫുട്ബോൾ, എൻ്റെ ലഹരി ഫുട്ബോളാണെന്ന് പറയുന്നത്. ഏത് നേരം ഫുട്ബോളിനെ കുറിച്ച് ചിന്തിക്കുക, അത് കളിക്കുക, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചെയ്യുക. പല ആളുകളുടെ ഇപ്പോൾ ONV, MT പോലുള്ള ആളുകളുടെ ലഹരി എഴുത്തും വായനയായിരുന്നു. അല്ലേ? എഴുത്തും വായനയായിരുന്നു. ചങ്ങമ്പുഴയുടെ ഒരു വരി തന്നെയുണ്ട്, വേദന വേദന ലഹരി പിടിക്കും, വേദന ഞാനതിൽ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളീകാരവും മുഴുകട്ടെ. ചങ്ങമ്പുഴയുടെ പ്രസിദ്ധമായിട്ടുള്ള വരിയാണ്. അതായത് വേദനയിൽ നിന്നും ലഹരി കണ്ടെത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ലഹരി കണ്ടെത്താൻ ഈ MDMAയും കഞ്ചാവും വേണമെന്നില്ല. എന്തിലാണോ നമുക്ക് താല്പര്യം അതിലൊക്കെ നമുക്ക് ലഹരി കണ്ടെത്താം. ആ ലഹരിയാണ് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ അതിൽ കുട്ടികൾ കുറവാണ് എങ്കിലും നിങ്ങൾ പാരൻസാണ് അധികം. പാരൻസ് യഥാർത്ഥത്തിലുള്ള മാതൃകയാവണം. കുട്ടികളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കുട്ടികൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവിയാണ്, കുടുംബത്തിൻ്റെ ആശ്രയമാണ്. അപ്പോൾ കുട്ടികളെ സന്തോഷത്തോടു കൂടി കുട്ടികളെ വളർത്താൻ നമുക്ക് സാധിക്കണം. വിദ്യാഭ്യാസം ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാൻ, പല സാഹചര്യങ്ങളിലൂടെയാണല്ലോ പോകുന്നത്. പക്ഷെ എങ്കിലും ഒരു വീട് എന്ന് പറയുമ്പോൾ ഒരു സമാധാനം, സന്തോഷം സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടത് പാരൻസിൻ്റെ കടമയാണ്. അത് ഉണ്ടായിട്ടില്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകുമെന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നല്ല ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടി നിങ്ങളുടെ മുഴുവൻ സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വളരെ വൈകിപ്പോയി എങ്കിലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച പിന്നെ വർക്കല DYSPയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നു. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ എത്തിച്ചേർന്നുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.